റാഹിസ്, സർക്കാരിന് മുന്നിലുള്ളത് രാജി ചോദിച്ചു വാങ്ങുക എന്ന ഒരു ഓപ്ഷൻ, രണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ വിശദീകരണം നേരിട്ട് കേൾക്കുക, നേരിട്ട് കേട്ടതിനു ശേഷം അതിലൊരു കുറ്റകൃത്യമുണ്ടെങ്കിൽ മാത്രം നടപടിയെടുക്കുക. നിലവിൽ കേസുകളൊന്നും തന്നെ കെ ബി ഗണേഷ് കുമാറിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസുമായിട്ട് പോകാൻ ഭാര്യ ബിന്ദു മേനോന് താല്പര്യവുമില്ല എന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷേ കേസ് എടുക്കാത്ത സാഹചര്യത്തിൽ, ഒരു കേസില്ലാത്ത സാഹചര്യത്തിൽ, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് ബോധ്യമാവാത്ത സാഹചര്യത്തിൽ, പരാതി നൽകാൻ ഭാര്യ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതൊരു കുടുംബ പ്രശ്നമായി കണ്ട് അവഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കാരണം ഇനി ചിത്രങ്ങൾ കൂടി പുറത്തു വന്നാൽ തിരഞ്ഞെടുപ്പിൽ വികസനത്തെ മുൻനിർത്തിയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തെ അത് തിരിച്ചടിക്കും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ തീർച്ചയായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഏറെ സമയം കെ ബി ഗണേഷ് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. റാഹിസ് റഷീദ്. അരുൺകുമാർ, ഗണേഷ് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം CPIM നേതാക്കൾ ഇപ്പോഴുള്ള സാഹചര്യം മാത്രം വിലയിരുത്തിയല്ല കടുത്ത തീരുമാനത്തിലേക്ക് പോകണം എന്ന നിലപാടെടുക്കുന്നത്. അരുൺകുമാർ പറഞ്ഞതുപോലെ നാളെയും മറ്റന്നാളും എന്തൊക്കെ സംഭവിക്കാം എന്ന കണക്കുകൂട്ടൽ കൂടി CPIMന്റെ നേതാക്കൾക്കുണ്ട്. ഈ ബിന്ദു മേനോന്റെ കയ്യിൽ ചില ചിത്രങ്ങളുണ്ട് എന്ന് ഇന്നലെ നമ്മളോടടക്കം അവർ പറഞ്ഞിരുന്നു. ആ ചിത്രങ്ങൾ അടുത്ത ദിവസം പുറത്തു വരും എന്ന് തന്നെയാണ് CPIM നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ന്യായീകരിക്കുകയാണെങ്കിൽ പോലും അടുത്ത ദിവസം ആ ചിത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ന്യായീകരിക്കാൻ പറ്റാത്ത പടുകുഴിയിൽ പാർട്ടിയും മുന്നണിയും വീണിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ ബിന്ദു മേനോൻ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലല്ല, വ്യക്തിപരമായി ബിന്ദുവും വീണയും തമ്മിലുള്ള ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അടുത്ത ദിവസങ്ങളിൽ സജീവ ചർച്ചയാക്കി പ്രതിപക്ഷം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടി CPIM മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയത് വരാനുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടു തന്നെയാണ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകം. മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി ക്യാബിനറ്റ് ഉള്ളത് കൊണ്ട് ഇന്ന് ഗണേഷ് കുമാറിനെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. പറയാനുള്ളത് കൂടി കേട്ടതിനു ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. മുന്നണി എന്ന നിലയിലും LDFിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കക്ഷികൾ എന്ന നിലയിലും CPIMഉം CPIയും കെ ബി ഗണേഷ് കുമാറിനെ ഒപ്പം നിർത്തേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ക്യാബിനറ്റിന്റെ തലവൻ എന്ന നിലയിൽ